ഇങ്ങനെ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അല്ലേ? നമ്മുടെ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കിങ് യൂമാണിത്. ഇങ്ങേരും കൂടെ ഇസ്രായേൽ യുദ്ധത്തിലോട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ലോകത്ത് ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു സ്വേച്ഛാധിപതിയാണ് കിങ് യൂം എന്നാണ് പറയപ്പെടുന്നത് ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ. ആ ഒരു അവസ്ഥയിൽ ഇങ്ങേരും കൂടെ ഇറാന്റെ കൂടി ഒരു സൈഡിൽ റഷ്യൻ പട, ഒരു സൈഡിൽ ചൈനീസ് ആയുധങ്ങൾ, മറ്റൊരു സൈഡിൽ കിങ് യൂങ്ങിന്റെ സപ്പോർട്ടും കൂടെ ആണെങ്കിൽ ഇറാൻ ഈ പറഞ്ഞ അമേരിക്കനെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഭിത്തിമേൽ തേച്ചൊട്ടിച്ച് ഭിത്തിമേ കയറ്റും. നമ്മുടെ നാട്ടിലെ സംഘികളുടെ ഒക്കെ വീട്ടിലെ ഭിത്തിമേൽ നെതന്യാഹുവിന്റെ മാലിട്ട് വെച്ച ഫോട്ടോ എങ്ങനെ ഉണ്ടായിരിക്കും? അത്തേ അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ വരെ കഴിഞ്ഞ 6-7 ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ഇപ്പോഴും ഇസ്രായേൽ ഒരു ബോംബ് പോലും വീണിട്ടില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാടാണ്, മോദിജിയുടെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ട്രംപ് അണ്ണൻ്റെ സ്വന്തം മച്ചാനാണെന്നും പറഞ്ഞ് നടക്കുന്ന സംഘികൾ കൊണ്ടാണ് എനിക്കിത് പറയാനുള്ളത്. നിങ്ങൾ ഇനിയെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കണം. എന്താണോ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്? നിങ്ങൾ ഇവിടെ കാണുന്ന കേരളത്തിലും അല്ലെങ്കിൽ ഇവിടെ കാണുന്ന മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും മോദി ഗോദി മീഡിയയിലും അതല്ലെങ്കിൽ സംഘപരിവാർ വാണ ചാനലുകളിലും കാണുന്നതല്ല അവിടെ നടക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഒരുപാട് കെട്ടിടങ്ങളും ഹോസ്പിറ്റലുകളും സ്കൂളുകളും എല്ലാം തകർന്നിട്ടുണ്ട്. കർമ്മ എന്ന് പറയും. പണ്ട് ഗസയിൽ കൊണ്ട് ബോംബ് ഇട്ട് 10-70 ഹോസ്പിറ്റൽസും 100-100 മേലെ സ്കൂളുകളും അവിടുത്തെ ആ ഒരു ഗസ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന് ശവപ്പറമ്പാക്കി മാറിയ സമയത്ത് ഒരു യുദ്ധനീതിയും ഇല്ലാണ്ട് യുദ്ധക്കുറ്റങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള നെതന്യാഹുവിൻ്റെ സ്വന്തം തെല്ലവീവിലാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ബോംബുകൾ. ബിൽഡിങ് പൊളിഞ്ഞിട്ടും മറ്റു പല രീതിയിലും കാഷ്വാലിറ്റീസും ഒരുപാട് പേരും മരിച്ചിട്ടും ഈ കാര്യങ്ങളൊന്നും പുറത്തോട്ട് വിടാണ്ട് ഇങ്ങനെ കുട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥ. നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയിട്ട് കണ്ടവൻ്റെ ചന്തി കഴുകി ജീവിക്കുന്ന കുറേ ആളുകൾ വാർത്തയിൽ വന്നിരുന്ന് ഞങ്ങളിവിടെ സേഫാണ് എന്ന് പറയും. രാത്രി ഉറക്കമില്ലാണ്ട് ബങ്കറിന്ന് പുറത്തു വരുന്നു, അകത്ത് കയറുന്നു. ഇങ്ങനെ ജീവിക്കുന്ന, എന്നിട്ടും സ്വന്തം അന്നം തരുന്ന രാജ്യമായതുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ, അത് അവരുടെ ഇഷ്ടം. എന്നിട്ടും ആ ഒരു അവസ്ഥ പുറത്ത് കാണിക്കാണ്ട് ജീവിക്കുന്ന കുറേ ജീവികളും മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ലോകരാജ്യങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്ക, ഇപ്പുറത്ത് ബ്രിട്ടൻ്റെ സഹായമുണ്ട്, അമേരിക്കൻ സഹായം, ഇസ്രായേൽ, ഇവരിങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്ന സമയത്ത് അപ്പുറത്തൊരു പുതിയൊരു യൂണിയനാണ് അവിടെ ക്രിയേറ്റഡ് ആവുന്നത്. റഷ്യ, ചൈന, ഇറാൻ കൂട്ടത്തിൽ നമ്മുടെ കൊറിയ എല്ലാം കൂടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ തീർത്ത് കളയും ഈ രാജ്യത്തിന്. ഇത്രയും കാലം അമേരിക്ക, റഷ്യ ഇന്ന് രണ്ട് ടോപ്പ് മോസ്റ്റ് ലോകം ഭരിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ അമേരിക്കയാണ് ലോക പോലീസ്. അവരെ പോലും ഒന്നും നിഷ്പ്രഭമാക്കുന്ന രീതിയിലാണ് ഇപ്പം ഈ ഒരു യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ സ്വന്തം ബിസിനസ് പരമായിട്ടുള്ള താല്പര്യങ്ങളും മറ്റു ചില താല്പര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ട്രംപിന് നേരിട്ട് ഇതിലോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല. 2 ആഴ്ച സമയമാണ് ട്രംപ് കൊടുത്തത്. അപ്പം ഈ ഒരു അവസ്ഥയിലോട്ട് ഈ ഇറാനെയും അതുപോലെ തന്നെ ഇസ്രായേലിനെ എത്തിക്കുന്നതിലൊരു മുഖ്യ പങ്കുണ്ടല്ലോ, അത് അമേരിക്കയ്ക്ക് തന്നെ. ഈ ഇസ്രായേലിൻ്റെ പിന്നിൽ നിന്ന് അമേരിക്ക ഈ കളികളൊക്കെ കളിപ്പിച്ചിട്ട് അവസാനം സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാലും ഇസ്രായേലികൾക്ക് അവർക്ക് താൻ പിടിച്ച മുഴലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിൽ അമേരിക്ക സഹായിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു തീർക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഒരു സ്യൂഡോ കോൺഫിഡൻസും വരും. തെറ്റാണ്, നമുക്ക് അവിടെ അങ്ങനെ സംഭവമില്ല, എങ്കിലും നമ്മളങ്ങനെ തോന്നിപ്പിക്കുകയാണ്. ഇത്രയും കാലം 1948 മെയ് ഇവർക്ക് ഈ ഒരു ഇസ്രായേൽ ഒരു കൺട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇത്രയും കാലം ഇത്രയും വലിയൊരു യുദ്ധത്തിലോട്ട് ഇസ്രായേൽ വന്നിട്ടില്ല. ഇത്രയും കാലം പലസ്തീനിലെ പല ഭാഗങ്ങളിലും പിടിച്ചേറി കയ്യേറി ഒരു ദരിദ്ര കർഷക രാഷ്ട്രമായിട്ടുള്ള പലസ്തീൻ പോലത്തെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കയ്യേറി ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഗസ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കുരുന്നുകളെയും ബാക്കി സ്ത്രീകളെയും അവിടുത്തെ ആൾക്കാരെയും കൊന്ന് ഇല്ലാണ്ടാക്കി 60-70ഓളം ഹോസ്പിറ്റൽസ് ഇല്ലാണ്ടാക്കി അതൊരു ശവപ്പറമ്പാക്കി മാറ്റി ഇപ്പോഴും ഇന്നും ഓരോ ദിവസവും അവിടെ ഫുഡ് കിട്ടാണ്ട് ജീവിച്ചിരിക്കുന്ന, ഫുഡ് കിട്ടാണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് 10 ദിവസത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തെങ്കിലും അതിനുവേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരെ വെടിവെച്ച് കൊന്ന് ബോംബിട്ട് കൊന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് ഈ സമയം വരെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൽ കിട്ടാവുന്നതിൻ്റെ ഏറ്റവും നല്ല പ്രഹരശേഷി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അപായം തന്നെയാണ് ഇപ്പം ഇറാൻ്റെ സൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കർമ്മ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് കിട്ടേണ്ടതുപോലെ കിട്ടുന്നുണ്ട്, അത് ഇസ്രായേലിന് വേണ്ട പോലെ കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഏത് സംഖ്യവാണങ്ങളും ഇതിനെന്തൊക്കെ ന്യായം പറഞ്ഞ് വന്നു കഴിഞ്ഞാലും അവൻ്റെ കണ്ണാക്കിലോട്ടാണ് ഇപ്പം പിരിവെട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 ദിവസങ്ങളായി നമ്മൾ വീഡിയോ കാണുന്നുണ്ട്, മറുനാടൻ സാധനമൊക്കെ കുത്തിയിരുന്ന് തൂറി മെഴുകി വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അതുപോലെ തന്നെ മാത്യു സാമുവൽ എന്ന് പറഞ്ഞ മറ്റൊരു വാണ്, അവനൊക്കെ ഇരുന്നങ്ങ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെയൊക്കെ വായിന്ന് ഇങ്ങനെ കേലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ പയ്യൻ്റെയും അതുപോലെ തന്നെ നായ്ക്കളുടെയൊക്കെ വായിന്ന് ഇങ്ങനെ ഒലിക്കുന്ന കേല ഒലിപ്പിച്ചിട്ട് ഇസ്രായേലിനെ നക്കി വെളുപ്പിക്കാൻ ട്രൈ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, പിന്നെ കുറച്ച് നമ്മുടെ നാട്ടിലെ സംഘപരിവാർ ചാനലുകളും, അവന്മാരൊക്കെ എന്തൊക്കെ നക്കി തുടച്ചിട്ടും ഇസ്രായേലിൻ്റെ
മൂട്ടിൽ കിട്ടിയ അല്ലെങ്കിൽ മൂട്ട് പൊട്ടിയ വെടിയുടെ അവസ്ഥ മണം കിട്ടിയിട്ട് പോലും അത് പുറത്ത് കാണിക്കാണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഇത്രയും കാലം ഇസ്രായേൽ ഇങ്ങനെ എന്തോ ഒന്നാണ്, ഇസ്രായേൽ അയൺ ഡോം ഉണ്ട്, അതുപോലെ തന്നെ പ്രതിരോധ കവചങ്ങൾ, ഒരു 100 കണക്കിൽ കവചങ്ങളാൽ മൂടപ്പെട്ടിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ഇസ്രായേലിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 5 ദിവസം 6 ദിവസം കൊണ്ട് ഇറാൻ വിട്ട ബോംബുകൾ തകർക്കാൻ പോലും പറ്റാണ്ട്, അതിൽ വളരെ കുറഞ്ഞ ബോംബുകൾ തകർത്ത് ബാക്കിയുള്ളതെല്ലാം കൂടെ ഇവരുടെ തെല്ലവീവിലും മറ്റ് പല സ്ഥലങ്ങളിലും വീണ് കണ്ണ് പോലും കാണാണ്ട് ഓട്ടിക്കളിക്കുന്ന നെതന്യാഹുവിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പല വീഡിയോയിലും പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ഇല്ലാത്ത ആണവായുധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള തോന്നൽ കൊണ്ട് ആ രാജ്യത്തിനെ ഇല്ലാണ്ടാക്കണമെന്ന് തോന്നിയിട്ട് അതിനെ വന്നിട്ട് ഇവിടെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യത്തിന് ഏതെങ്കിലും കാലത്ത് അവർ ബോംബുണ്ടാക്കി ഏതെങ്കിലും കാലത്ത് ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലനിൽപ്പിനൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന മറ്റൊരു ന്യൂക്ലിയർ വെപ്പൺസ് കയ്യിൽ 90ഓളം ന്യൂക്ലിയർ വെപ്പൺസ് ബോംബുകൾ കയ്യിൽ വെച്ചിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. എന്നിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ആരിഫ് എച്ച് നായിൻ്റെ മക്കളും അതുപോലെ തന്നെ പലതരം ശ്രീജിത്ത് പണിക്കന്മാർ ഇവിടെ കിടന്ന് മെഴുകുന്ന മെഴുകൽ ഒന്നും രണ്ടുമല്ല. ഇവരങ്ങ് ഇവന്മാർക്കൊക്കെ കഴിക്കുന്നത് പച്ച ചോറല്ല, ഇവന്മാരൊക്കെ പച്ച തീട്ടമാണോ തിന്നതെന്ന് ഇവന്മാരുടെ ന്യായീകരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകും, പച്ചക്ക് നമുക്ക് തോന്നിപ്പോകും. എന്താണെങ്കിലും ഇങ്ങനെയാണ് യുദ്ധത്തിൻ്റെ ഒരു അവസ്ഥ പോകുന്നത്. അപ്പം ഇപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആസനം നക്കി ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ സംഖ്യ മുസംഖി കൃസംഖി എച്ചിൽ ചെറ്റകളോട് പറയാം, നിനക്കൊന്നും ഒരു കാലത്തും വിവരം വെക്കുന്നില്ലേന്ന്. ഇത്രയൊക്കെ കിട്ടിയിട്ട് നിങ്ങളൊന്നും പഠിക്കുന്നില്ലല്ലോ. എല്ലാം കൂടെ അടക്കി കിട്ടി അണ്ണാക്കിൽ കിട്ടുമ്പോണ്ടല്ലോ ഇവന്മാരൊക്കെ അന്ന് പുതിയ ന്യായം പറഞ്ഞ് ഇവന്മാരൊക്കെ പുറത്തോട്ട് വരും. അപ്പം ഇതുപോലത്തെ ഒരു സഖ്യം വരികയാണെങ്കിൽ ഇന്ത്യക്ക് പോലും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേന്ദ്ര സർക്കാരിന് പോലും വാ പൊളിക്കാൻ പറ്റുന്നില്ല. കാരണം ഇറാനുമായിട്ട് അത്രയും നല്ലൊരു ബന്ധം, അങ്ങനെ ബന്ധമുള്ള രാജ്യത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എണ്ണ തരുന്ന രാജ്യം, നമ്മളുടെ പോർട്ടുള്ള രാജ്യം, നമുക്ക് പല നയതന്ത്ര ബന്ധങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സഹകരിച്ച് പോകുന്ന രാജ്യം, ആ രാജ്യത്തിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ എല്ലാ സംഭവങ്ങളും അവിടെ നിൽക്കും. ഇനി ആ രാജ്യത്തിൻ്റെ മറുവശത്ത് നിൽക്കുന്ന ഇസ്രായേലും അമേരിക്കയും, ഇത് രണ്ടും നമ്മുടെ മച്ചാൻ അല്ലെങ്കിൽ നമ്മുടെ താടിജി ആസനം താങ്ങി നടക്കുന്ന മറ്റ് 2 രാജ്യങ്ങളാണ്, വേറെ ഒന്നുമല്ല. ആ ആസനം താങ്ങി രാജ്യങ്ങൾ തിരിച്ചു കൊത്തും. ഇതുകൊണ്ട് ഒന്നും പറയാതെ അല്ലെങ്കിൽ നെതന്യാഹു ചെയ്ത മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിളിച്ചിരുന്നു, ഞാൻ എല്ലാ സപ്പോർട്ടും പറഞ്ഞിട്ടുണ്ട്, ഒരു ട്വീറ്റ് ചെയ്തിട്ട് ആ ട്വീറ്റ് സംഖ്യകളെ കൊണ്ട് സ്തുതി പാടിപ്പിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു അവസ്ഥ കഷ്ടം തന്നെ.